നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഐക്യം പ്രഖ്യാപിച്ച് SNDPയും NSSും. VD സതീഷിനെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി. വർഗീയതയ്ക്കെതിരെ പറയാൻ സതീഷിന് യോഗ്യതയില്ലെന്ന് സുകുമാരൻ നായർ. വർഗീയത ആര് പറഞ്ഞാലും എതിർക്കുമെന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ലെന്ന് VD സതീശൻ. സംസ്ഥാന സ്കൂൾ കലാകിരീടം കണ്ണൂരിന്. രണ്ടാമത് തൃശൂർ, കോഴിക്കോട് മൂന്നാം സ്ഥാനത്ത്. സ്കൂൾ വിഭാഗത്തിൽ കിരീടം ആലത്തൂർ ഗുരുകുലം HSSന്. മുഖ്യ അതിഥിയായി മോഹൻലാൽ. കലോത്സവ നടത്തിപ്പിൽ കാതലായ മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. അഭിനന്ദനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് നടന്നതായി ശാസ്ത്രീയ പരിശോധനാ ഫലം. സ്ഥിരീകരണം VSSC നൽകിയ റിപ്പോർട്ടിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച ദ്വാരപാലക കട്ടിളപ്പാളികളിൽ സ്വർണം കുറവ്. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ. തലസ്ഥാനത്തെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. CPMൽ പലതും സഹിച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്നും രാജേന്ദ്രൻ. പുകഞ്ഞകൊള്ളി പുറത്തെന്ന് MM മണി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നാളെ ഇന്ത്യയിൽ. സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച്. സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിപുലീകരണം ഉൾപ്പെടെ പ്രധാന ചർച്ച. വാർത്തകൾ വിശദമായി നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യകാഹളവുമായി NSSും SNDPയും. ഒരുമിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് G സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ കടന്നാക്രമിച്ച് ഇരുവരും രംഗത്ത് വന്നു. സതീശൻ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി നടേശനും. വർഗീയതയെക്കുറിച്ച് പറയാൻ സതീഷിന് യോഗ്യതയില്ലെന്ന് സുകുമാരൻ നായരും വിമർശിച്ചു. അതേസമയം വർഗീയതയ്ക്കെതിരായ നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നും അതിന്റെ പേരിൽ തോറ്റാലും കുഴപ്പമില്ലെന്ന് VD സതീശനും വ്യക്തമാക്കി. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് വിശദീകരിക്കാനായി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് NSSും SNDPയും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വെള്ളാപ്പള്ളി വിശദീകരിച്ചത്. NSSും SNDPയും ഒരുമിച്ചാൽ സുനാമി വരുമോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി നായർ ഈഴവ ഐക്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും വിശദമാക്കി. എന്നാൽ ഈ ഐക്യം തകർത്തത് മുസ്ലിം ലീഗാണെന്ന ആരോപണവും ഉന്നയിച്ചു. ഇന്ന് ചില പത്രത്തിൽ കണ്ട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ NSS SNDP ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ്. ലീഗ് നേതൃത്വം ആണ് NSSനെ SNDPയെ തമ്മിൽ തെറ്റിക്കുന്നത് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയുടെ അതേ ഭാഷയിൽ ഐക്യകാഹളം മുഴക്കി. എന്നാൽ നായർ ഈഴവ ഐക്യം തകർത്തതിന് പിന്നിൽ മുസ്ലിം ലീഗ് അല്ല എന്നും സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി. അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ ഒരേ ഭാഷയിൽ കടന്നാക്രമിക്കുകയായിരുന്നു ഇരു സാമുദായിക നേതാക്കളും. VD സതീശൻ ഇന്നലെ പൂത്ത തകരയാണെന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചപ്പോൾ വർഗീയതയെക്കുറിച്ച് പറയാൻ സതീഷിന് യാതൊരു യോഗ്യതയുമില്ലെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും പറയാനില്ല. അതാണ് ഞാൻ ഇപ്പം മുമ്പേ പറഞ്ഞ കാര്യം മാത്രം. സമുദായ സംഘടനകളെ തിണ്ണ നിറങ്ങരുത് നേതാക്കന്മാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി എന്നല്ലേ അതിന് മനസ്സിലാക്കേണ്ടത്. അതേസമയം വർഗീയതയ്ക്കെതിരെ താൻ എന്നും പോരാടുമെന്നും അതിന്റെ പേരിൽ തോറ്റുപോയാലും മരിച്ചു കിടന്നാൽ വീരാളിപ്പട്ട് പുതച്ചു കിടക്കുമെന്നും VD സതീശനും പ്രതികരിച്ചു. വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ചു കിടക്കും. പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് സാമുദായിക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ NSS SNDP
കാഹളത്തെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഒരേ സ്വരത്തിൽ കടന്നാക്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുന്നതും ശ്രദ്ധേയം. NSS, SNDP അധ്യക്ഷന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് പ്രശംസിക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കവും കൗതുകകരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ 2 പ്രമുഖ സാമുദായിക നേതാക്കൾ ഒരേ സമയം വാർത്താ സമ്മേളനം നടത്തി ഐക്യത്തിന്റെ പ്രാധാന്യം പ്രഖ്യാപിക്കുന്നത് തികച്ചും ആകസ്മികമെന്ന് കരുതാനാകില്ല. CPM-ന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കം NSS, SNDP കൂട്ടുകെട്ടിന് പിന്നിലുണ്ടെന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനങ്ങൾ പതിവ് കാഴ്ചയാണെങ്കിലും വർഷത്തിലൊരിക്കൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത സുകുമാരൻ നായർ ഇപ്പോൾ എടുത്ത നിലപാടിലെ രാഷ്ട്രീയവും വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവിനെ ഒരുപോലെ ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയാണ് ഇരുവരും. സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങാനില്ല എന്ന് പറഞ്ഞ സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് NSS ആസ്ഥാനത്ത് 1.5 മണിക്കൂർ കാത്തുനിന്നുവെന്നും ഇപ്പോൾ സിനഡിൽ പോയത് സഭയുടെ തിണ്ണനിരങ്ങാനെന്നും ചൂണ്ടിക്കാട്ടി പരിഹസിക്കുകയാണ് സുകുമാരൻ നായർ. അതേസമയം കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയല്ലാതെ മറ്റൊരു ജനകീയ നേതാവില്ല എന്ന് അടിവരയിട്ട് പറയുന്ന സുകുമാരൻ നായർ ലക്ഷ്യമിടുന്നത് എന്തെന്നും വ്യക്തം. വെള്ളാപ്പള്ളിയെ ചൂണ്ടിക്കാട്ടി വർഗീയതയ്ക്കെതിരെ തുറന്നടിക്കുന്ന VD സതീശനെതിരെ പൊടുന്നനെ സുകുമാരൻ നായർ പ്രത്യക്ഷപ്പെടുന്നത് ആർക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണെന്ന ചോദ്യവും ഉയരുന്നു. CPM-ന്റെ തന്ത്രത്തിനൊപ്പം കോൺഗ്രസിനുള്ളിലെ സതീശൻ വിരുദ്ധ ചേരിയും NSS, SNDP ഐക്യത്തിന് പിന്നിലുണ്ടെന്ന സംശയങ്ങൾ ഉയരുകയാണ്. അതേസമയം വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചിട്ടും ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ പോലും പ്രതിരോധിക്കാൻ വന്നില്ല എന്നത് ശ്രദ്ധേയം. വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് പറയുന്നതിനപ്പുറം സതീശനെതിരായ ആക്രമണത്തെ ചെറുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. അതേസമയം ഭൂരിപക്ഷ സാമുദായിക ഐക്യമുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ന്യൂനപക്ഷ ഏകീകരണം സതീശന് അനുകൂലമാകുമോ എന്നാണ് അറിയേണ്ടത്. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സാമുദായിക ഐക്യം തകർത്തത് മുസ്ലിം ലീഗ് ആണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം ജൽപ്പനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അർഹിക്കുന്ന അവഗണനയോടെ ആ പരാമർശം തള്ളുന്നു. മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ച് സമാധാന അന്തരീക്ഷം തകർക്കാമെന്നാണ് ശ്രമമെങ്കിൽ ആ വലയിൽ വീടില്ല. വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നത് CPM പിന്തുണയിലെന്നും സലാം പറഞ്ഞു. യൂത്ത് ലീഗ് കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൂടി പരിഗണിക്കുമെന്നും ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും സലാം മലപ്പുറത്ത് പ്രതികരിച്ചു. അല്ല, ആ കാര്യത്തിൽ പാർട്ടി നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, മറുപടി അർഹിക്കുന്നില്ല. കേരളീയ സമൂഹവും അത്തരം പ്രസ്താവനകൾ കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. VD സതീശൻ കാന്തപുരത്തിന്റെ വേദിയിൽ SNDP യോഗത്തെ കരിവാരി തേച്ചുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി തൊടുപുഴയിൽ ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ട് SNDP യോഗത്തെ കരിവാരി തേക്കാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് എന്താ കാര്യം? ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം, കേരളത്തിലെ ജനങ്ങൾ കാണുന്നവരല്ലേ, അവർ മനസ്സിലായിക്കോളും. ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ തള്ളി പറയുക എന്നുള്ളതല്ല എന്താ അതിനെപ്പറ്റി പറയാൻ പറ്റുക? അതിനകത്ത് സത്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പറയുന്ന സമുദായ പാർട്ടി അല്ലേ അത്? അദ്ദേഹം സമുദായത്തിൻ്റെ നേതാവല്ലേ? ഏതോ രോമം ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പുല്ലിയിരിക്കുന്നത്. ഈ പറയുന്ന ആളിൻ്റെ വേദിയിൽ പോയി നിന്നോട് പ്രസംഗിക്കുമ്പോൾ അതെന്താ ഞങ്ങൾ കാണേണ്ടത്? ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന നിർണായക കണ്ടെത്തലുമായി VSCC പരിശോധനാ റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച കട്ടിളപ്പാളി ദ്വാരപാലക ശില്പത്തിൽ സ്വർണത്തിന്റെ തൂക്കം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവന്നു. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നാളെ ഹൈക്കോടതിക്ക് കൈമാറും. കളവ് പോയ സ്വർണം എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്നു. SITയുടെ ഭാവി തീരുമാനിക്കുന്ന റിപ്പോർട്ടാണ് നാളെ ഹൈക്കോടതിക്ക് മുൻപിൽ എത്തുക. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രധാനമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാവുന്ന ഈ കണ്ടെത്തൽ നാളെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കും. 1998 ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ ഭാരവും നിലവിലെ ഭാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് VSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിള ദ്വാരപാലക പാളികളിലാണ് സ്വർണം കുറവ് വന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. 15 സാമ്പിളുകളിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവ്, കാലപ്പഴക്കവും തിട്ടപ്പെടുത്തി. നിരവധി ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ശബരിമലയിലുള്ളത് പഴയ സ്വർണമല്ലെങ്കിൽ അതെവിടെ പോയി എന്നതും ഇപ്പോൾ വെച്ചിട്ടുള്ളത് പുതിയ സ്വർണമാണോ എന്നതും കണ്ടെത്തണം. അതേസമയം അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുന്ന പല കാര്യങ്ങളും ഈ റിപ്പോർട്ടോടുകൂടി ഉയർന്നു വരികയാണ്. തന്ത്രി ഉൾപ്പെടെ പല ഉന്നതരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും കാണാതായ സ്വർണം എവിടെയെന്ന് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
SITയുടെ അന്വേഷണത്തിൽ പരിമിതികളുണ്ടോ എന്നതും മറ്റ് ഏജൻസിയെ ഏൽപ്പിക്കണമോ എന്നതും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് നാളെ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ SITയുടെ അന്വേഷണത്തിന്റെ ഭാവി കൂടി തീരുമാനിക്കപ്പെടും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാൻ സാഹചര്യം ഒരുക്കുന്നുവെന്നും SITയെക്കുറിച്ച് സംശയമുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി. ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം ലഭിക്കാൻ അവസരമൊരുക്കുന്നു. തന്ത്രി എന്തോ വലിയ തെറ്റ് ചെയ്തുവെന്ന് വരുത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മനഃപൂർവ്വം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല. CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തെത്തി. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും രാജേന്ദ്രൻ BJP അംഗത്വം സ്വീകരിച്ചു. 2006, 2011, 2016 എന്നീ കാലയളവിൽ CPMന്റെ MLA ആയിരുന്നു S രാജേന്ദ്രൻ. ഇടുക്കിയിൽ നിന്നുമുള്ള CPI നേതാവ് ഗുരുനാഥൻ, CPM LC അംഗം സന്തോഷ് എന്നിവരും രാജേന്ദ്രനൊപ്പം അംഗത്വം സ്വീകരിച്ചു. പാർട്ടിയുടെയും ആഗ്രഹമാണല്ലോ, ഒരു ആരുടെയും അല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യവും ആഗ്രഹവും അതാണല്ലോ. നമ്മൾ ആരെയും വരണം എന്ന് ഇന്ന് വരെ ക്ഷണിച്ചിട്ടില്ല, മത്സരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. BJP പറഞ്ഞാൽ മത്സരിക്കോ? ആഗ്രഹമില്ല. പാർട്ടി പറഞ്ഞാൽ ആഗ്രഹമില്ല. S രാജേന്ദ്രന്റെ BJP പ്രവേശനം കൊണ്ട് ഇടതുമുന്നണിക്ക് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് MM മണി MLA. പുകഞ്ഞ കൊള്ളി പുറത്ത് CPM രാജേന്ദ്രനെ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഒരു പാർട്ടി അനുഭാവിയെ പോലും കൊണ്ടുപോകാൻ രാജേന്ദ്രന് കഴിഞ്ഞിട്ടില്ല. MM മണി പോയാൽ പോലും പാർട്ടിക്കൊന്നും സംഭവിക്കില്ല. അത്രയും വലിയ ബഹുജന അടിത്തറ CPMനുണ്ടെന്നും MM മണി ഇടുക്കിയിൽ പറഞ്ഞു. അയാൾ എവിടെയാലും പോയി കിടന്നു, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലുമില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവി പോലുമില്ല. അതൊക്കെ അന്ന് ക്ലോസ് ചെയ്ത കാര്യമാണ്. അയാള് BJP പോവോ ചെറുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അത് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. ആ കാര്യത്തിൽ ഒരു പ്രശ്നമൊന്നുമില്ല. അയാൾ കാലങ്ങളെ ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നടപടിയെടുത്ത് പണ്ടേ കളഞ്ഞതാണ്. അയാൾ പാർട്ടിയായി ഒരു ബന്ധവുമില്ല. അയാൾ എവിടെ പോയി കയറിയാൽ ഞങ്ങൾക്ക് എന്നാ. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നാളെ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ സന്ദർശനം. പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ മൂന്നാമത് ഇന്ത്യ സന്ദർശനമാണിത്. സമഗ്ര പങ്കാളിത്ത കരാറിന്റെ വിപുലീകരണം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും താൽപ്പര്യമുള്ള പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങൾ സന്ദർശനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയുടെ തലസ്ഥാന നഗരിയെ ഉത്തര സൗദിയുമായി ബന്ധിപ്പിക്കുന്ന നോർത്തേൺ റെയിൽവേ നെറ്റ്വർക്കിൽ സർവീസുകൾ ഉപയോഗിക്കാനായി 10 പുതിയ പാസഞ്ചർ ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള കരാർ ടെൻഡർ വിളിച്ച് നൽകുന്നു. ദേശീയ ഗതാഗത ലോജിസ്റ്റിക് സർവീസ് തന്ത്രത്തിന്റെയും വിഷൻ 2030ന്റെയും ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി രാജ്യത്ത് റെയിൽവേ സംവിധാനം വികസിപ്പിക്കാനും യാത്രാ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികളുടെ ഭാഗമായാണിതെന്ന് സൗദി അറേബ്യ റെയിൽവേസ് വ്യക്തമാക്കി. ഇന്ത്യൻ ടൂറിസം മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ റിയാദ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ ടൂറിസം പ്രൊമോഷൻ ഇവന്റ് സംഘടിപ്പിച്ചു. സൗദിയിലെ വിവിധ ട്രാവൽ ഏജന്റുമാരും ടൂർ ഓപ്പറേറ്റർമാരും സംബന്ധിച്ച ചടങ്ങിൽ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. റിയാദ് എയർ, ഇൻഡിഗോ, എയർ ഇന്ത്യ പ്രതികളും ചടങ്ങിനെത്തി. ഇന്ത്യയിലെ ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തിയ അംബാസഡർ സൗദി പൗരന്മാർക്ക് ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇന്ത്യയെന്ന് പറഞ്ഞു. ഇന്ത്യയും സൗദിയും തമ്മിൽ വർഷങ്ങളായുള്ള സാംസ്കാരിക വ്യാപാര ബന്ധമുണ്ടെന്നും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത പ്രമുഖ സെലിബ്രിറ്റി ഷെഫായ സഞ്ജയ് ഠാക്കൂർ ഇന്ത്യൻ രുചി വൈവിധ്യങ്ങളെയും പരിചയപ്പെടുത്തി. ഇന്ത്യയിലേക്കുള്ള ടൂറിസ്റ്റ് വിസ നടപടിക്രമങ്ങൾ എംബസി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു.
കുവൈറ്റിൽ ചികിത്സയ്ക്കാണെന്ന വ്യാജേന സുഹൃത്തിന്റെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ച് കടന്നുകളഞ്ഞ സംഭവത്തിൽ 2 ഇന്ത്യക്കാർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം മുബാറക് അൽ കബീർ ആശുപത്രിയിൽ അജ്ഞാതനായ വ്യക്തി വീൽ ചെയറിൽ ഇരുത്തിയ നിലയിൽ മറ്റൊരാളുമായി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് വീൽ ചെയറിൽ ഇരുന്ന ആളെ വാർഡ് അറ്റൻഡന്റിന് കൈമാറിയ ശേഷം ഉടനെ തന്നെ രോഗിയെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും അജ്ഞാതൻ ആശുപത്രി പരിസരത്തു നിന്നും കടന്നു കളയുകയായിരുന്നു. എന്നാൽ പിന്നീട് ആശുപത്രി അധികൃതർ നടത്തിയ പരിശോധനയിൽ വീൽ ചെയറിലിരുന്നയാൾ നേരത്തെ തന്നെ മരണമടഞ്ഞതായി കണ്ടെത്തുകയായിരുന്നു. മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയും മരണകാരണം കണ്ടെത്തുന്നതിനായി മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറുകയും ചെയ്തു. സുരക്ഷാ വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് പ്രതികളായ 2 ഇന്ത്യക്കാരുടെ അറസ്റ്റിലേക്ക് വഴിതെളിഞ്ഞത്. ഇവർ ഏത് സംസ്ഥാനത്ത് നിന്ന് ഉള്ളവരാണ് എന്നതിൽ വ്യക്തതയില്ല. മരിച്ചയാളും ഇന്ത്യക്കാരനാണെന്നാണ് വിവരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂരിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. 1023 പോയിന്റുമായാണ് കണ്ണൂർ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. 2ാം സ്ഥാനത്തുള്ള തൃശൂരിന് 1018 പോയിന്റാണ് സമ്പാദിക്കാനായത്. കോഴിക്കോടാണ് 3ാം സ്ഥാനത്ത്. 1013 പോയിന്റാണ് കോഴിക്കോട് ജില്ലയ്ക്കുള്ളത്. സ്കൂളുകളുടെ കാര്യത്തിൽ ആലത്തൂർ ഗുരുകുലം HSS ആണ് മുൻപിലെത്തിയത്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ കൊടിയിറങ്ങുമ്പോൾ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി എത്തിയിരുന്നു. സമാപന സമ്മേളന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി V ശിവൻകുട്ടിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിനന്ദിച്ചു. കലോത്സവ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് കാസർകോട്ടെ സിയ ഫാത്തിമയ്ക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിലാണ് മന്ത്രി V ശിവൻകുട്ടിയെ വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് അഭിനന്ദിച്ചത്. ഭാഗ്യങ്ങൾ ഒത്തു വന്നതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാനായി. അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വേദിയോട് അത്രമേൽ ആദരവാണ് ഉള്ളത്. മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ അത്ര താരപ്രഭയുമുണ്ടായിരുന്നു. ടിവിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന വിശേഷണത്തെക്കാൾ ഉപരിയായി എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു കാഴ്ചയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു കലോത്സവ വേദി ഒരു കുട്ടിയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയ ആ നിമിഷം. മാരകമായ രോഗാവസ്ഥയിലായതുകൊണ്ട് വേദിയിലെത്താൻ കഴിയാതിരുന്ന കൊച്ചുമിടുക്കി സിയ ഫാത്തിമയ്ക്ക് വേണ്ടി അവരുടെ വീട് തന്നെ വേദിയാക്കിയ ആ തീരുമാനം, അതാണ് ഈ കലോത്സവത്തിന്റെ യഥാർത്ഥ വിജയം. ഓർമ്മകളുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന, കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ്. ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ ഈ സദസ്സിലേക്ക് നോക്കി. എന്തൊരു ക്രീമായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ എല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. ഇവരെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കരുത്തുള്ളവരാണ്. ഞാൻ പറയും ഡെമോഗ്രാഫിക് ഡിവിഡൻഡാണ് നമ്മുടെ. കലോത്സവത്തിന് ഔദ്യോഗിക വേദികൾ 25 എന്നാൽ 26ാമതൊരു സ്പെഷ്യൽ വേദി കൂടിയുണ്ട്. ചുറ്റുമതിലിനു പുറത്തെ വിസ്തൃതമായ 65 ഏക്കർ തേക്കിൻകാട് മൈതാനം. അവിടുത്തെ ഫോട്ടോ പോസിംഗ് പ്രകടനങ്ങളുടെ ചന്തം പകർത്തിയത് അമൃത ന്യൂസ് ക്യാമറമാൻ CS ബൈജു. നവരസങ്ങൾ തുടുത്തുവിരിയുന്ന, പൂത്തുലയുന്ന, മയങ്ങി മറയുന്ന തേക്കിൻകാട് മൈതാനം. അവിടെ ഭാവങ്ങൾക്ക് തണലും താളവും പകർന്ന് വടക്കുന്നാഥൻ്റെ ഗോപുരവും ചുറ്റുമതിലും. കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ കണ്ണുകളിൽ വിരിയുന്ന അർച്ചനയും മൗനങ്ങൾ മൊഴിയുന്ന കീർത്തനവും കണ്ട് ആസ്വദിച്ച് എല്ലാം അറിഞ്ഞ് ആ ഗോപുരവാതിലുകളും. വേദികളിലെ മത്സരങ്ങൾക്ക് വിധികർത്താക്കൾ മാർക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ വേദിക്ക് പുറത്ത് മത്സരാർത്ഥിയുടെ ഭാവങ്ങൾക്ക് മാർക്കിടുന്നത് ക്യാമറാമാന്മാരാണ്. വേദിയിലെ പ്രകടനം പോലെ പ്രധാനമാണ് നാളെ പത്രങ്ങളിൽ വരേണ്ട ചിത്രവും ഓൺലൈനുകളിൽ വൈറലാകേണ്ട ഭാവങ്ങളും. വേദിയിലെ പോലെ ഒരു ഭാവം കാണിച്ചിട്ട് പോയാൽ ക്യാമറമാന് തൃപ്തിയാവില്ല. അവർ പറയുന്ന ചേരുവയിൽ രസം തയ്യാറാക്കാൻ കലാകാരികൾ ജഗതി ശ്രീകുമാറിൽ ബിരുദാനന്തര ബിരുദം ചെയ്യേണ്ടി വരും.
വികാരങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കുമ്പോഴാണ് ഒരു വേദിയിൽ കലാസൃഷ്ടി പൂർണ്ണമാകുന്നത്. എന്നാൽ ലൈറ്റും ആംഗിളും ഭാവവും ചേരുമ്പോഴാണ് ഒരു ഫോട്ടോ ക്ലിക്കാവുന്നത്. അത് ചിലപ്പോൾ കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോഴാവാം, അല്ലെങ്കിൽ കാറ്റിൽ മുടിയിഴകളൊന്ന് ഉലഞ്ഞ് ഉതിരുമ്പോഴാവാം. എത്ര ആസ്വദിച്ചാലും മതിയാകാത്ത ചില ഭാവങ്ങളുണ്ട്. അത് എത്രയെത്ര ആംഗിളുകളിൽ പകർത്തിയാലും ക്യാമറാമാന്മാർക്ക് തൃപ്തിയാവില്ല. അങ്ങനെയുള്ള ക്യാമറാമാന്മാരുടെ സ്വർഗരാജ്യമാണ് തേക്കിൻകാട് മൈതാനം, പ്രത്യേകിച്ച് കലോത്സവക്കാലത്ത്. എടുക്കുന്നതെല്ലാം അപൂർണമായി തോന്നുന്ന ഒരു ഡിജിറ്റൽ രോഗാവസ്ഥ ഛായാഗ്രഹണ മേഖലയിൽ പടർന്നു പിടിച്ചതുകൊണ്ട് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നിരന്തര ക്ലിക്കുകൾക്ക് വേണ്ടി ഭാവങ്ങൾ ഇവിടെ ഘോഷയാത്ര നടത്തുന്നു. ഫോട്ടോഗ്രാഫറുടെ ആ മാന്ത്രിക നിമിഷം, അതിങ്ങനെ തേക്കിൻകാട് മൈതാനമാകെ പലയിടത്തായി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുന്നത് നീലക്കുറിഞ്ഞു പൂത്തതുപോലെ ഒരു അഭൗമ ഭംഗിയാണ്. ക്യാമറമാൻ CS ബൈജുവിൻ്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി ശ്രീജിത് നായർ, അമൃത ന്യൂസ്, തൃശൂർ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് നടക്കുന്ന ചടങ്ങാണ് കളമെടുത്ത്. അയ്യപ്പന്റെ ബാല്യം, കൗമാരം, യൗവനം, കർമ്മപൂർത്തീകരണം, ധർമ്മശാസ്താവിലേക്കുള്ള പരിണാമം എന്നിവയാണ് മകരവിളക്കിന് ശേഷമുള്ള 5 ദിവസം കളത്തിൽ വരയ്ക്കുന്നത്. റാന്നി കുന്നക്കാട്ട് കുറുപ്പന്മാരുടെ കുടുംബത്തെയാണ് കളം വര മുതൽ ഗുരുതി വരെ നടത്തുന്നതിന് പന്തളം കൊട്ടാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവതാരലക്ഷ്യം പൂർത്തിയാക്കിയ അയ്യപ്പന്റെ മൂലസ്ഥാനമായ മണിമണ്ഡപത്തിൽ മകരസംക്രമ ദിനം മുതൽ 5 ദിവസമാണ് കളമെടുത്ത്. അയ്യപ്പന്റെ ബാല്യം മുതൽ അവതാരലക്ഷ്യം പൂർത്തിയാക്കി ശാസ്താവിലേക്ക് വിലയം പ്രാപിച്ചതുവരെയുള്ള ചരിത്രമാണ് കളമായി മാറുന്നത്. ആദ്യ ദിനം ബാലമണികണ്ഠൻ, 2ാം ദിനം വില്ലാളി വീരൻ, രാജകുമാരൻ, അടുത്ത ദിനം പുലിവാഹനൻ, 5ാം ദിനം തിരുവാഭരണ വിഭൂഷിതനായ ധർമ്മശാസ്താവിന്റെ രൂപമാണ് കളമെഴുതുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും കളമെഴുത്തിനുള്ള പ്രകൃതിദത്തമായ നിറങ്ങൾ കൊണ്ടാണ് കളമെഴുത്ത്. കളം എഴുതുന്നത് 5 ദിവസം 5 ഭാവത്തിലുള്ള കളമാണ് എഴുതുന്നത്. അയ്യപ്പന്റെ ജീവിതചക്രമാണ് കളത്തിലൂടെ വിവരിക്കുന്നത്. അതായത് ബാലകനായ അയ്യപ്പനാണ് 1ാം ദിവസം, 2ാം ദിവസം വില്ലാളി വീരനായ അയ്യപ്പൻ, 3ാം ദിവസം രാജകുമാരനായ അയ്യപ്പൻ, 4ാം ദിവസം പുലിവാഹനൻ, 5ാം ദിവസം തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പൻ, അല്ലെങ്കിൽ അയ്യപ്പൻ ശാസ്താവിൽ വിലയൻ പ്രാപിച്ചു, അല്ലെങ്കിൽ അയ്യപ്പൻ സമാധിയായ സങ്കല്പത്തിലോ, അല്ലെങ്കിൽ അയ്യപ്പനും ശാസ്താവും ഒന്നാണ്, തത്വമസി എന്ന സങ്കല്പത്തിലാണ് 5ാമത്തെ ദിവസം കളം വരയ്ക്കുന്നത്. അവസാന ദിനം ശരംകുത്തിയിലേക്കുള്ള അയ്യപ്പന്റെ എഴുന്നള്ളത്തിനും അവിടെ നടക്കുന്ന നായാട്ടുവിളിക്കും ശേഷം തിരികെ എത്തിയാണ് കളം വായിച്ച് ഗുരുതി ചടങ്ങ് നടത്തുന്നത്. രതീഷ് അയ്യപ്പക്കുറുപ്പിനെ കൂടാതെ അജിത് ജനാർദ്ദനക്കുറുപ്പ്, ജയകുമാർ ജനാർദ്ദനക്കുറുപ്പ് എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ട്രംപിനെ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച ഖമേനി ഇറാനിലെ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദി അമേരിക്കയും ഇസ്രായേലുമാണെന്ന് കുറ്റപ്പെടുത്തി. അതേസമയം നിലവിലെ ഇറാൻ ഭരണകൂടം മാറണമെന്നും സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ഇറാൻ നിർത്തണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. നാണയപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇറാനിൽ ജനകീയ പ്രക്ഷോഭമുണ്ടായത്. അതോടൊപ്പം കാലങ്ങളായി ഇറാൻ ജനത നേരിടുന്ന വ്യക്തി സ്വാതന്ത്ര്യമില്ലായ്മയും ലിംഗവിവേചനവും ചർച്ചയായി. ട്രംപിന്റെ ശക്തമായ ഇടപെടലും മുന്നറിയിപ്പുകളും കാരണം പ്രക്ഷോഭകരെ തൂക്കിക്കൊല്ലുന്നതിൽ നിന്നും ഇറാൻ പിന്തിരിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനം മുതൽ വ്യാപിച്ച പ്രക്ഷോഭങ്ങളിൽ ഇറാനിയൻ സർക്കാർ നടത്തിയ നടപടികളിൽ ഏകദേശം 3500 പേരെങ്കിലും കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. പ്രക്ഷോഭം അയഞ്ഞതോടെ അമേരിക്കയെയും ഇസ്രായേലിനെയും രൂക്ഷമായി വിമർശിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി രംഗത്ത് വന്നു. പ്രക്ഷോഭത്തിനിടെ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ കൊലയ്ക്ക് വഴിയൊരുക്കിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാപ്പില്ല എന്നും ഖമൈനി പറഞ്ഞു. ട്രംപ് ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണെന്നും ഖമൈനി തുറന്നടിച്ചു. അതേസമയം ഖമൈനിക്ക് മറുപടിയുമായി ട്രംപ് തന്നെ രംഗത്ത് വന്നു. സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നത് ഇറാൻ നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. നിലവിലെ ഇറാൻ ഭരണകൂടം മാറണമെന്നും ട്രംപ് പറയുന്നു. അതേസമയം ഇറാന്റെ കാര്യത്തിൽ എന്തു വേണമെന്ന് ട്രംപ് തീരുമാനിക്കുമെന്നും പല സാധ്യതകളും മുന്നിലുണ്ട് എന്നും വൈറ്റ് ഹൌസും പ്രതികരിച്ചിരുന്നു. അതിനിടെ കസ്റ്റഡിയിലെടുത്ത 100 കണക്കിന് പ്രതിഷേധക്കാരെ വധിക്കാത്തതിന് ഇറാൻ നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പറഞ്ഞിരുന്നു. നോർവേ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് 3428 പ്രക്ഷോഭകരെ സുരക്ഷാസേന കൊലപ്പെടുത്തി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സംഖ്യ ഇതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുഎസുമായുള്ള വ്യാപാര കരാറിലെ ചർച്ചകൾ മരവിപ്പിക്കുന്നുവെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. യൂറോപ്പിലെ അമേരിക്കൻ കമ്പനികൾക്ക് പിഴയും നിരോധനവും ഏർപ്പെടുത്താനും നീക്കമുണ്ട്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ എതിർത്തതിനെ തുടർന്നാണ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവേ കോൺഗ്രസിലും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ജംഗിൾ രാജ് NDA സർക്കാർ അവസാനിപ്പിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ കൊടുങ്കാട്ടു ഭരണത്തിന് വിട പറയാൻ പശ്ചിമ ബംഗാൾ തയ്യാറെടുക്കുകയാണെന്നും മോദി പറഞ്ഞു. അസമിൽ നടന്ന പ്രസംഗത്തിൽ തിരുവനന്തപുരത്തെ BJP വിജയം അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.